Good morning, students. Today we will discuss about half wave rectifier. ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൽ മെയിനായിട്ട് വേണ്ട 3 കമ്പോണൻസ് എന്താണെന്ന് വെച്ചാൽ വൺ ഇസ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ദിസ് ഇസ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ എങ്ങനെ വരയ്ക്കേണ്ടതെന്നൊക്കെയുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഡയോഡ്. ഹിയർ നമ്മളൊരു ഡയോഡ് വരച്ചിട്ടുണ്ട്. ദിസ് ഇസ് കാത്തോഡിയ അല്ലേ, സോറി, ദിസ് ഇസ് ആനോഡിയ ആൻഡ് ദിസ് ഇസ് കാത്തോഡ്. ആൻഡ് വൺ ലോഡ് റെസിസ്റ്റൻസ്. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഹാഫ് വേവ് റെക്ടിഫയറിൽ ഒരു സർക്യൂട്ടിൽ ഉണ്ടാവുക. അപ്പം ഒരു റെക്ടിഫയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ട കാര്യം ഒന്ന് ട്രാൻസ്ഫോമർ, ഒന്ന് ഡയോഡ്, ഒന്ന് ലോഡ് റെസിസ്റ്റൻസ്. അപ്പം ഇതിൽ നമ്മളെ ട്രാൻസ്ഫോമറിൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ അത് റെഡ്യൂസ് ചെയ്യും. ഇറ്റ് റെഡ്യൂസസ് എ ഹൈ വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് എന്ത് ട്രാൻസ്ഫോമർ. ഓക്കെ, നമ്മുടെ ഇപ്പം സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ഒരുപാട് കൂടുതലാണെങ്കിൽ 230 വോൾട്ട് അങ്ങനെ ഒരുപാട് കൂടുതലാണെങ്കിൽ, ഒരുപാട് ഹെഡ്സും ഒരുപാട് വോൾട്ട് കൂടുതലാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ഈ ട്രാൻസ്ഫോമർ വഴി നമുക്ക് അത് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, എന്നാൽ ഈ സർക്യൂട്ടിന് അത് ഉപയോഗപ്പെടുത്താം. ഓക്കെ, ഹൈ വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ട്രാൻസ്ഫോമർ. പിന്നീട് യൂസ് ചെയ്യുന്നതാണ് നമ്മളെ ഡയോഡ്. ഡയോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഇറ്റ് ഈസ് എ സെമി കണ്ടക്ടർ ഡിവൈസ് ദാറ്റ് അലൗസ് ദ കറണ്ട് ഇൻ വൺ ഡയറക്ഷൻ. ഒരു ഡയറക്ഷനിൽ തന്നെ പാസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു സെമി കണ്ടക്ടർ ഡിവൈസാണ് എന്ത് ഒരു ഡയോഡ് എന്ന് പറഞ്ഞാൽ. അപ്പം ഫോർവേഡ് ബയാസിങ്ങും റിവേഴ്സ് ബയാസിങ്ങും ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അതിൽ ഫോർവേഡ് ബയാസിങ് ആണെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യാൻ ഈസിയാണ് എന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഫോർവേഡ് ബയാസിങ്ങിൽ ഡയോഡ് എന്ത് ചെയ്യും, ഒരു ക്ലോസ്ഡ് ലൂപ്പായിട്ട് അത് ബിഹേവ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഫ്ലോ ഓഫ് കറണ്ട് ഈസി ആക്കുന്നുണ്ട്. ഓക്കെ, വൈൽ അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഡയോഡ് ഒരു മെയിൻ ആപ്ലിക്കേഷനാണ് ഒരു റെക്ടിഫയറിന് വേണ്ടിയിട്ട്. ഒരു റെക്ടിഫയർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് എന്ത് ഡയോഡ്. പിന്നെ യൂസ് ചെയ്യുന്നതാണ് ലോഡ് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പം ഇനി ഇതിൻ്റെ വർക്കിംഗ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ പറഞ്ഞു റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ അത് എ സിനെ, ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ DC ആക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് അല്ലേ. ഇറ്റ് ഈസ് എ ഇലക്ട്രോണിക് സർക്യൂട്ട്. റെക്ടിഫയർ or half wave rectifier is an electronic circuit that converts alternating current to the DC current. Okay, directional current. Okay, through only one diode. And the circuit diagram is this. അപ്പം ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ, when the current passes through the diode during the positive half cycle, this end A will be positive and the diode will be forward biased. അങ്ങനെ ഡയോഡ് എന്ത് ചെയ്യും, ഫോർവേഡ് ബയാസ്ഡ്. അതായത് നമ്മളിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വർക്കിംഗ് ആണ്. ഇവിടെ നമ്മളൊരു കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ, ട്രാൻസ്ഫോമറിൻ്റെ ഉള്ളിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ, ഇറ്റ് പാസസ് ത്രൂ ദിസ് ഡയോഡ്. ഈ ഡയോഡിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യും. അപ്പം പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണെങ്കിൽ ഇവിടെ ഈ ഒരു എ സൈഡ് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, പോസിറ്റീവ് ആവുന്നുണ്ട്. പോസിറ്റീവ് ആവുമ്പോൾ ഇവിടെ ഡയോഡ് എന്ത് ചെയ്യുന്നുണ്ട്, ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവും ആവുന്നുണ്ട്. അപ്പം അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഫോർവേഡ് ബയാസിങ് നടക്കുന്നുണ്ട്. അപ്പം
ഇവിടെ ഫോർവേഡ് ബയാസിങ്, ഡയോഡിൻ്റെ ഉള്ളിൽ ഫോർവേഡ് ബയാസിങ് നടക്കുമ്പം കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫോർവേഡ് ബയാസിങ്ങിൽ ഡയോഡ് എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു ക്ലോസ്ഡ് ലൂപ്പായിട്ട് ആക്ട് ചെയ്തിട്ട് കറണ്ട് ഇതിൽ കൂടെ ഡയോഡിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്ത് എ സി കറണ്ട് എങ്ങനെയാണോ അത് എ സി കറണ്ട് പാസ് ചെയ്തത്, അതേ ഇൻപുട്ട് എന്താണോ അതേ സാധനം തന്നെ ആയിരിക്കും എന്ത് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. ഓക്കെ, അതിപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുത്ത് വേവ് ഫോമിൽ നോക്കുകയാണെങ്കിൽ, ഞാൻ രണ്ടും കൂടെ ഒപ്പര വരയ്ക്കാം. അപ്പം നമ്മുടെ ഇൻപുട്ട് ഇതാണെങ്കിൽ, VI ഇൻപുട്ട് ഇതാണെങ്കിൽ, ഇവിടെ സെയിം ആംപ്ലിറ്റ്യൂഡിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? സെയിം ഔട്ട്പുട്ടും നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ കറണ്ട് പാസ് ചെയ്യുമ്പം ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണെങ്കിൽ ഇവിടെ A പോസിറ്റീവായിട്ട് ഡയോഡ് ഫോർവേഡ് ബയാസിങ് ആവും. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണെങ്കിൽ ഇവിടെ B പോസിറ്റീവായിട്ട്, ഈ B സൈഡ് പോസിറ്റീവായിട്ട് എന്ത് ചെയ്യും? ഡയോഡ് ഒരു റിവേഴ്സ് ബയാസിങ് ആയിട്ട് വർക്ക് ചെയ്യും. റിവേഴ്സ് ബയാസിങ്ങിൽ കറണ്ട് ഫ്ലോ ചെയ്യില്ല. അപ്പം കറണ്ട് ഫ്ലോ ചെയ്യാൻ പ്രയാസമാണ്. അപ്പം ഇറ്റ് വിൽ നോട്ട് പാസ്. ഓക്കെ, അപ്പം ഡ്യൂറിങ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ B will be positive, so the diode will be reverse biased during the negative half cycle. So it will not conduct the current. അങ്ങനെ കറണ്ട് പാസ് ചെയ്യില്ല. സോ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഇൻപുട്ട് ഇങ്ങനെയാണെങ്കിൽ, നെഗറ്റീവ് ഹാഫ് സൈക്കിളിലുള്ള ഇൻപുട്ട് ഇങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഒരു കറണ്ട് പാസ് ചെയ്യാതെ will get like this. Okay, ആൻഡ് പിന്നീട് ഇനി ഇപ്പം ഒന്നുകൂടി വർക്കിംഗ് നടക്കുകയാണെങ്കിൽ അവിടെ ഔട്ട്പുട്ട് കറണ്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് ഔട്ട്പുട്ട് കറണ്ട് കിട്ടാതെ ആവുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഒന്നുകൂടി ഇനിയും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരികയാണെങ്കിൽ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പം A സൈഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? പോസിറ്റീവ് ആവുന്നുണ്ട്, ഡയോഡ് ഫോർവേഡ് ബയാസിങ് ആവുന്നുണ്ട്, ആൻഡ് ദ കറണ്ട് വിൽ പാസ് ത്രൂ ക്ലോസ്ഡ് ലൂപ്പായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ കറണ്ട് പാസ് ചെയ്യും. അങ്ങനെ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ ഇൻപുട്ട് എന്താണോ അതേ സെയിം ഇൻപുട്ട് ഔട്ട്പുട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോ ഇവിടെ ഇൻ ഹാഫ് വേവ് റെക്ടിഫയർ ദ ഔട്ട്പുട്ട് ഇസ് ഒരു പൾസേറ്റിംഗ് ഔട്ട്പുട്ടായിട്ട് ആക്ട് ചെയ്യാണ്. ഓക്കെ, ഒരു പൾസേറ്റിംഗ് ഡി സി ഔട്ട്പുട്ടായിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ വർക്കിംഗ് എല്ലാം മനസ്സിലായല്ലോ. അപ്പോൾ ഇൻപുട്ട് ഇതാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്തായി കിട്ടുന്നുണ്ട്? ഇങ്ങനെയാണ് കിട്ടുന്നത്. സോ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ ഇൻപുട്ട് ഇങ്ങനെയാണ്, ഔട്ട്പുട്ട് വോൾട്ടേജും ഇൻപുട്ട് വോൾട്ടേജും ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ഇപ്പോൾ റേഞ്ച് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മൾ 2π കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അപ്പം ഇവിടെ 2π കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഇവിടെ 2π ആണെങ്കിൽ ഇവിടെ 0 to π എന്തായിരിക്കും? നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ്. പക്ഷേ π to 2π എന്താണ്? അത് 0 ആയിരിക്കും. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് കാണണം? എഫിഷ്യൻസിയും റിപ്പിൾ ഫാക്ടറും കാണണം. എക്സ്പ്രഷൻ ഓഫ് എഫിഷ്യൻസി എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് ഡി സി പവർ ടു ദ ഇൻപുട്ട് ഡി സി പവർ അല്ലേ? ഔട്ട്പുട്ട് ഡി സി പവർ ടു ദ ഇൻപുട്ട് ഡി സി പവറാണ്. isn't it? ഇൻപുട്ട് എ സി പവറാണ് അല്ലേ? സോ എഫിഷ്യൻസി ഇക്വേഷൻ നമ്മൾ ഇതാണ്. സോ വി ഹാവ് ടു ഫൈൻഡ് ദിസ്. ഇപ്പോൾ ഐ ഡി സിയും കാണണം, ഇൻപുട്ട് എ സിയും കാണണം അല്ലേ? സോ ഫോർ ദാറ്റ് നമ്മൾ ഒരു വേവ് ഫോമിൻ്റെ ഇക്വേഷൻ, ഇൻപുട്ട് വേവ് ഫോമിൻ്റെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ വി നോ ഐ ഇസ് ഈക്വൽ ടു IM sin omega t. Okay, we know that wave equation ആണ്. So you know sin omega t or omega t നെ നമുക്ക് എങ്ങനെ എഴുതാം? 2π
ടി ബൈ ക്യാപിറ്റൽ ടി അല്ലേ, ഇങ്ങനെ എഴുതിക്കൂടെ? സോ ഇതൊരു ജസ്റ്റ് അറിയാൻ വേണ്ടി എഴുതിയതാണ്. വി ജസ്റ്റ് നീഡ് ദിസ്, നമുക്കിത് കിട്ടിയാൽ മതി. സോ വി നോ ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി ഇൻപുട്ട് വേവ് ഫോം ഇക്വേഷനാണ്. ഇനി നമ്മുടെ ഐ ഡി സി എന്താണെന്ന് വെച്ചാൽ, വാട്ട് ഈസ് ഐ ഡി സി? ഐ ഡി സി ഈസ് ഈക്വൽ ടു 1/2π. നമ്മളിവിടെ പറഞ്ഞു റേഞ്ച് ഒരു വേവ് ഫോം എന്ന് പറഞ്ഞാൽ 0 to π ആണ്. സോ അതുകൊണ്ടാണ് 1/2π എന്ന് എഴുതിയത്. ദാറ്റ് ഈസ് 0 to ഓക്കെ. നൗ ഞാനിവിടെ പറഞ്ഞു ഔട്ട്പുട്ടിൽ 0 to π ആണെങ്കിൽ ഇവിടെ നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ്. പക്ഷേ π to 2π ആകുമ്പോൾ ഇവിടെ 0 ആണെന്ന് അല്ലേ? ഇവിടെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആയതുകൊണ്ട് ഇവിടെ 0 ആണ്. അപ്പം നമ്മളിവിടെ ലിമിറ്റ് എടുക്കുമ്പം 0 to π വരെയാണ് ഇവിടെ എടുക്കുന്നത്. ഓക്കെ. സോ 1/2π ഇത് ഫുൾ വേവിൻ്റെ ഇതുകൊണ്ടാണ് 1/2π എടുത്തത്. 0 to π നമ്മൾ ലിമിറ്റ് ഇങ്ങനെ എടുത്തു, ഔട്ട്പുട്ട് ആയതുകൊണ്ട് ഐ ഡി സി ആയതുകൊണ്ട്. സോ 0 to π, വാട്ട് ഈസ് ദാറ്റ്? ഐ ഡി ഒമേഗ ടി. ഓക്കെ, ഓർ ഐ ഡി ടി, ലെറ്റ് ഇറ്റ് ബി ഐ ഡി ടി. നിങ്ങൾക്ക് മനസ്സിലാവാൻ ഐ ഡി ടി എന്ന് എഴുതാം ആദ്യം. ആൻഡ് we'll substitute this I form equation at 1/2π 0 to π I m sin omega t into d into omega t. Okay, this is omega t ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഒമേഗ ഡി ഒമേഗ ടി. സോ ഐ ഡി സി എന്ത് എഴുതി? നമ്മളിപ്പോൾ എന്ത് എഴുതി? 1/2π 0 to π ഐ എം സൈൻ ഒമേഗ ടി ഡി ഒമേഗ ടി എന്ന് എഴുതിയിട്ടുണ്ട്. സോ ഐ ഡി സി ഈസ് ഈക്വൽ ടു, അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഐ എം ബൈ 2π ഇൻറ്റു ഇൻറ്റഗ്രൽ ഐ എമ്മിനെ പുറത്തേക്ക് എടുത്തു. ഐ എമ്മിനെ മാത്രം പുറത്തേക്ക് എടുത്താൽ സൈൻ ഒമേഗ ടി ഇൻറ്റു ഡി ഒമേഗ ടി. ഓക്കെ. ഫ്രം ദിസ് we can write the equation ഓക്കെ. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ ചെയ്യാം. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ഇൻ്റഗ്രൽ ചെയ്യാം. ഇൻ്റഗ്രൽ മാത്രം നോക്കിയാൽ 0 to π സൈൻ ഒമേഗ ടി ഇൻറ്റു ഡി ഒമേഗ ടീനെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റഗ്രൽ ഓഫ് സൈൻ ഒമേഗ ടി എന്താണ്? മൈനസ് കോസ് ഒമേഗ ടി ആണ് അല്ലേ? ഇൻറ്റു 0 to π, സോറി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം 0 to π. അപ്പോൾ മൈനസ് കോസ് ഒമേഗ ടി നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് ഓഫ് കോസ് പൈ മൈനസ് ഓഫ് കോസ് 0 കിട്ടും. isn't it? മൈനസ് അപ്പം ഈ മൈനസും കൂടെ നമുക്ക് പ്ലസ് ആക്കാം. ഓക്കെ, ദാറ്റ് ഈസ് കോസ് പൈ എന്താണ്? കോസ് പൈ എന്ന് പറഞ്ഞാൽ -1 ആണ്. കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ മൈനസും കൂടെ 1 + 1 is 2. സോ നമുക്ക് ഈ ഇൻ്റഗ്രൽ ഓഫ് സൈൻ ഒമേഗ ടി ഡി ഒമേഗ ടി നമുക്ക് 2 കിട്ടി. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് ഇക്വേഷൻ. ഐ ഡി സി ഈസ് ഈക്വൽ ടു ഐ എം ബൈ 2π. ഇപ്പം ഇൻ്റഗ്രലിന് പകരം നമ്മൾ ഇൻറ്റു 2 കൊടുത്തു. isn't it? സോ 2 ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ഐ ഡി സിന് എന്ത് കിട്ടി? ഐ ഡി സി ഈസ് ഈക്വൽ ടു ഐ എം ബൈ 2π. ലെറ്റ് ഇറ്റ് ബി ഫസ്റ്റ് ഇക്വേഷൻ. Okay, now we have to find IRMS. That is IRMS is equal to, നമ്മൾ നേരത്തെ പറഞ്ഞ 1/2π. 1/2π എന്തുകൊണ്ടാണ് കൊടുക്കാൻ കാരണം? ഒരു വേവ് നോക്കുകയാണെങ്കിൽ 1 വേവ് നമ്മൾ 2π ആണ്, 0 to 2π ആണ്. അതുകൊണ്ടാണ് 1/2π കൊടുത്തത്. ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π I² dw dt. Okay, dt. Let it be dt here. Whole raised to
1/2. ഇതെങ്ങനെ വന്നതെന്ന് വെച്ചാൽ IRMS² ഇസ് ഈക്വൽ ടു IDC² പ്ലസ് IAC². ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് IAC² ആണ്. സോ ഇവിടെ IRMS is equal to root of IAC². ഓക്കെ, അങ്ങനെയാണ് ഈ റൂട്ട് ഇവിടെ വന്നത്. ഓക്കെ, ബാക്കി നമ്മൾ ഇൻ്റഗ്രൽ ചെയ്യാണ്. സിമ്പിളായിട്ടുള്ള ഇൻ്റഗ്രലാണ്. ദാറ്റ് ഈസ് IRMS is equal to 1/2 pi into integral 0 to pi IM sin omega t ഹോൾ സ്ക്വയർ ആണ്. അപ്പം IM² sin² ഒമേഗ ടി ഇൻറ്റു ഡി ഒമേഗ ടി ഇൻറ്റു ഹോൾ റേസ് ടു 1/2. ഓക്കെ, ഇപ്പം നമ്മൾ ഇൻ്റഗ്രൽ മാത്രം പുറത്തേക്ക് എടുത്തു, അതായത് IM പുറത്തേക്ക് എടുത്തു. ദാറ്റ് ഈസ് IM²/2 പൈ വരും. ഓക്കെ, ഇൻറ്റു ഇൻ്റഗ്രൽ 0 to pi sin² ഒമേഗ ടി ഡി ഒമേഗ ടി ഇൻറ്റു ഹോൾ റേസ് ടു 1/2. അപ്പം നമ്മൾ ഇൻ്റഗ്രൽ മാത്രം എടുക്കുകയാണെങ്കിൽ 0 to pi sin² ഒമേഗ ടി ഡി ഒമേഗ ടി എന്നുള്ളതിനെ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് ഇൻ്റഗ്രൽ 0 to pi 1 - cos 2 ഒമേഗ ടി. ബേസിക് ഇക്വേഷൻ ആണ് കേട്ടോ അത്. ഇൻറ്റു ഡി ഒമേഗ ടി. ഇതിനെ നമ്മൾ ഒന്നും കൂടെ എക്സ്പാൻഡ് ചെയ്യുമ്പം 1 ഡി ഒമേഗ ടി എല്ലാത്തിനും ഇതാണ്. അപ്പം 1/2, അതായത് 2നെ പുറത്തേക്ക് എടുത്തു. പിന്നെ ഉണ്ടാകുന്നത് 1 - cos 2 ഒമേഗ ടി ഇൻറ്റു ഡി ഒമേഗ ടി. സോ ഡി ഒമേഗ ടി രണ്ടിനും മൾട്ടിപ്ലൈ ചെയ്താൽ ഡി ഒമേഗ ടി മൈനസ് ഇൻ്റഗ്രൽ ഓഫ് 0 to pi cos 2 ഒമേഗ ടി ഇൻറ്റു ഡി ഒമേഗ ടി. ഓക്കെ, ഇങ്ങനെ കിട്ടും. ഇസ്ൻ്റ് ഇറ്റ്? അതിനെ നമ്മൾ ഒന്നും കൂടെ ഇനി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം 1/2 ആസ് ഇറ്റ് ഇസ്. ഇൻ്റഗ്രൽ ഓഫ് ഡി ഒമേഗ ടി എന്താണ്? ഒമേഗ ടി ആണ്. അതിനെ ലിമിറ്റ് കൊടുക്കുമ്പം 0 to pi മൈനസ് cos 2 ഒമേഗ ടി ഇസ് sin 2 ഒമേഗ ടി ബൈ 2. ഓക്കെ, അതിന് ഇൻ്റഗ്രൽ ലിമിറ്റ് കൊടുക്കുമ്പം 0 to pi. ഇനി നമ്മൾ വി ആർ ഗിവിങ് ദ ലിമിറ്റ്. അതപ്പം പൈ മൈനസ് ഇവിടെ എന്താ വരിക? പൈ മൈനസ് 0 ആണ് വരിക അല്ലേ? അപ്പം 1/2 ഇൻറ്റു പൈ ആണ് ഉണ്ടാവുക. മൈനസ് sin 2 ഒമേഗ ടി ബൈ 2. sin 2 ഒമേഗ ടി ബൈ 2 അതിനെ പൈ കൊടുക്കുമ്പം sin 2 പൈ ബൈ 2 മൈനസ് 0 വരും. ഇസ്ൻ്റ് ഇറ്റ്? ദിസ് ഇസ് 0. ഓക്കെ, അത് 0 ആയി മാറും. അപ്പം നമുക്ക് എന്താ കിട്ടിയത്? പൈ ബൈ 2 ആണ് ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രലിൽ പൈ ബൈ 2 കിട്ടി. സോ വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദാറ്റ് ടു ഹിയർ. അതായത് IM²/2 പൈ ഇൻ്റഗ്രലിന് പകരം നമ്മൾ എന്താണ്? ഇൻറ്റു പൈ ബൈ 2 അല്ലേ? ഹോൾ റേസ് ടു 1/2. സോ IRMS ഇസ് ഈക്വൽ ടു പൈ ക്യാൻസൽ ചെയ്യാം അല്ലേ? സോ പിന്നെ ഉണ്ടാകുന്നത് എന്താണ്? IM²/4 ആണ് ഉണ്ടാവുക. ഹോൾ റേസ് ടു 1/2. അപ്പോൾ നമ്മൾ ഇതിനെ റൂട്ട് ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും? IM/2 കിട്ടും. സോ IRMS ഇസ് ഈക്വൽ ടു IM/2. നമുക്ക് IDC എന്താണ് കിട്ടിയത്? മുന്നത്തെ ഡെറിവേഷനിൽ IM/π ആണ് കിട്ടിയത്. അപ്പം ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ കാണേണ്ടത്? നമ്മൾ പവർ DC കാണണം. സോ പവർ DC എന്ന് പറഞ്ഞാൽ എന്താണ്? I²DC ഇൻറ്റു RL ആണ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു IM/π
ഹോൾ റേസ് ടു സ്ക്വയർ ഇൻറ്റു RL ആയിരിക്കും. isn't it? Similarly, പവർ AC എന്താണ്? പവർ AC എന്തായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട് IRMS സ്ക്വയർ ഇൻറ്റു RF പ്ലസ് RL അല്ലേ? യെസ്, RF പ്ലസ് RL. വാട്ട് ഇസ് IRMS? IM by 2 into whole square into RF plus RL. അപ്പം ഇത് ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഏതിലേക്ക്? എഫിഷ്യൻസി ജനറൽ ഇക്വേഷനിലേക്ക്. അപ്പം വാട്ട് ഈസ് എഫിഷ്യൻസി ജനറൽ ഇക്വേഷൻ? പവർ DC ബൈ പവർ AC അല്ലേ? പവർ DC ബൈ പവർ AC അല്ലേ? that is RL into IM by pi whole square by RF plus RL into IM by 2 whole square. okay, ഇതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പം IM by pi IM square by pi square into 2 square by IM square ആവും. അപ്പം IM square ക്യാൻസൽ ചെയ്താൽ 4 by pi square ആവും. isn't it? 4 by pi square നമ്മൾ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ 0.405 ഇൻറ്റു RL by RF പ്ലസ് RL ആണ്. ഓക്കെ, സോ ദ എഫിഷ്യൻസി നമുക്ക് കിട്ടിയ എഫിഷ്യൻസി എന്താണ്? അപ്പം എഫിഷ്യൻസി ഹിയർ ദ എഫിഷ്യൻസി വിൽ ബി മാക്സിമം. എഫിഷ്യൻസി മാക്സിമം ആവാൻ വേണ്ടിയിട്ട് RFന് നമ്മൾ RF ഷുഡ് ബി വെരി വെരി സ്മോൾ ദാൻ RL. അങ്ങനെ ആവുമ്പം RF എന്ത് ചെയ്യപ്പെടും? നെഗ്ലിജിബിൾ ആവും. അപ്പം നെഗ്ലിജിബിൾ ആവുമ്പം RL കട്ട് ചെയ്തിട്ട് പിന്നീട് ഉണ്ടാവുന്നത് ആകെ വാല്യൂ ഇതായിരിക്കും. സോ for the maximum efficiency RF should be very very small than RL. so the efficiency for the half wave rectifier is 40%, 40.5%. okay, so ഇത്രയും കാര്യങ്ങളാണ് എഫിഷ്യൻസിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്. now we have to discuss about ripple factor for the half wave rectifier. ripple factor എന്താ പറയണം? what is ripple factor? ripple factor ന്റെ ജനറൽ ഫോം ഇക്വേഷൻ എന്താണ്? റൂട്ട് ഓഫ്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ എന്താണ്? റൂട്ട് ഓഫ് IRMS by IDC ഹോൾ സ്ക്വയർ മൈനസ് 1. ഇതാണ് ജനറൽ ഫോം ഓഫ് റിപ്പിൾ ഫാക്ടർ. അപ്പം നമ്മൾ ജസ്റ്റ് ആ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അവിടെ നമുക്ക് ഇപ്പം കിട്ടിയ IRMS എന്താണ്? IM by 2 ആണ്. ആൻഡ് IDC എന്താണ്? IM by pi ആണ്. സോ വി ആർ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദാറ്റ് IRMS എന്ന് പറഞ്ഞാൽ IM square by 4 by IM square by pi square minus 1. ഞാൻ ആ സ്ക്വയർ ഇതിലേക്ക് ഇട്ടു. ആൻഡ് this will be equal to, അത് ക്യാൻസൽ ഔട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണെന്ന് വെച്ചാൽ this will be equal to 1.21. സോ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ ഒരു റിപ്പിൾ ഫാക്ടർ മെഷർ ചെയ്യാൻ പറഞ്ഞത് വാല്യൂ ഓഫ് റിപ്പിൾ ഫാക്ടർ ഫോർ ദ ഹാഫ് വേവ് റെക്ടിഫയർ ഇസ് 1.21. ഇതൊന്നുമില്ല, ഇത് ജസ്റ്റ് ക്യാൻസൽ IM square ക്യാൻസൽ ഔട്ട് ആവും. പിന്നെ 4 by pi square മാത്രമാണ്. ഇത് നമ്മൾ റൂട്ട് എല്ലാം കൂടെ കാൽക്കുലേറ്ററിൽ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസറാണിത്. സോ റിപ്പിൾ ഫാക്ടർ ഇസ് ഈക്വൽ ടു 1.21. സോ ദർ ആർ ഡിസ്അഡ്വാൻറ്റേജസ് ഫോർ ഹാഫ് വേ റെക്ടിഫയർ. ടെക്സ്റ്റ് ബുക്കിൽ അത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. യു ജസ്റ്റ് റീഡ് ദാറ്റ് ഈസ് വൺ ഇസ് എഫിഷ്യൻസി വളരെ കുറവ്. ഡിസ്അഡ്വാൻറ്റേജസ് ഫോർ ഹാഫ് വേ റെക്ടിഫയർ ഒന്ന് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എഫിഷ്യൻസി ആകെ 40.5% നമുക്ക് എഫിഷ്യൻസി ഉള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? കൂടുതലായിട്ടും AC കമ്പോണൻ്റ് ഔട്ട്പുട്ടിൽ
വരുന്ന ഡി സിയിൽ AC കമ്പോണൻ്റ് കൂടുതലായിട്ടും ഉണ്ട്. അതായത് ആകെ 40% മാത്രമാണ് എന്ത് DC ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. AC-നെ DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ആകെ 40% ആണ്. പിന്നീട് പറഞ്ഞത് റിപ്പിൾ ഫാക്ടറിൻ്റെ കേസാണ്. AC കമ്പോണൻ്റ് ഔട്ട്പുട്ടിൽ കൂടുതലാണ്, അപ്പോൾ റെക്ടിഫിക്കേഷൻ വളരെ കുറവാണ്. അതൊരു ഡ്രോബാക്കാണ്. എന്ത് ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ ഒരു ഡ്രോബാക്കാണ്. ഓക്കെ, now next class we will discuss about full wave rectifier. Okay, thank you.